സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. സ്വർണത്തിൻ്റെ വിലയിലെ ഓരോ രൂപയുടെയും വർധനവ് മലയാളി സമൂഹത്തിൽ വളരെയധികം പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചായക്കട മുതൽ കുടുംബയോഗത്തിൽ വരെ സ്വർണ്ണവിലയുടെ ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്വർണം കേവലം ഒരു മഞ്ഞ ലോഹമല്ല, അത് അവരുടെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാണ്. സാമ്പത്തിക സുരക്ഷയുടെയും സമ്പത്തിൻ്റെയും സൂചികയാണ്. എത്ര കണ്ട് സ്വർണ്ണാഭരണം ധരിച്ച് ഒരു വധു പന്തലിലേക്ക് ഇറങ്ങുന്നോ അത്ര കണ്ട് ആ കുടുംബത്തിൻ്റെ യശസ്സും പദവിയും സമൂഹത്തിൽ ഉയർന്നിരിക്കും. പെണ്ണിനെയും പൊന്നിനെയും രണ്ട് തട്ടിലിട്ട് തൂക്കുമ്പോൾ പൊന്നു കൊണ്ടുവന്ന പെണ്ണിനാണ്, കൂടുതൽ പൊന്നു കൊണ്ടുവന്ന പെണ്ണിനാണ് വില. കേരളീയ സമൂഹത്തിൽ വിലയുള്ളൂ. സ്ത്രീധനം നിയമം വഴി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വിവാഹപ്പന്തലിലേക്ക് ഇറക്കുമ്പോൾ സ്വർണം സർവാഭരണ വിഭൂഷിതയായിട്ട് തന്നെയാണ് പെൺകുട്ടികളെല്ലാം പന്തലിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അഭ്യസ്ത വിദ്യരായാൽ കൂടി, ഇനി പ്രണയിച്ച് വിവാഹം ചെയ്താൽ കൂടി സ്വർണം ധരിക്കാതെ പെൺകുട്ടികൾ വിവാഹപ്പന്തലിലേക്ക് ഇറങ്ങുന്നില്ല. അതൊരു കരുതൽ ധനം കൂടിയാണ്. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില ഒരുപാട് പേർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. കച്ചവടക്കാർക്ക്, അതേപോലെ തന്നെ ഒരു കരുതൽ ധനം എന്ന നിലയിൽ സൂക്ഷിച്ചു വെക്കുന്നവർക്ക് എല്ലാം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അച്ഛനമ്മമാർ പണ്ട് ഒരുപാട് സ്വർണം കൊടുത്തയച്ച വിദ്യാഭ്യാസമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാത്ത സ്ത്രീകളൊക്കെ ഇപ്പോൾ ധനികരായിട്ടുണ്ട്. അവർക്കതൊരു വലിയൊരു ആശ്വാസമാണ്. അത്രയ്ക്കധികം സമ്പത്താണ് ഇപ്പോൾ അവരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം സാധാരണക്കാരായ ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള മധ്യവർത്തി കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ വളരെയധികം ദോഷമാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങൾക്കൊക്കെ കരിനിഴൽ വരുത്തിയിരിക്കുന്നു ഈ സ്വർണത്തിൻ്റെ വിലവർധന. കാരണം മലയാളി സമൂഹത്തിൻ്റെ ചിന്തകളെല്ലാം തന്നെ വളരെ കണ്ടീഷൻഡാണ്. അച്ഛനമ്മമാർ വിവാഹം ചെയ്ത അന്ന് തൊട്ട് തന്നെ അവർ കരുതി വയ്ക്കുകയാണ് മക്കൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ല. ഇപ്പൊക്കെ പിന്നെ ലോണൊക്കെ എടുത്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അവർ കല്യാണം കഴിച്ചയക്കാനുള്ള സ്വർണവും അതോടൊപ്പം തന്നെ കരുതും. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഒന്ന് നന്നായി ജീവിക്കാൻ ഈ ലോവർ മിഡിൽ ക്ലാസ്സിലെ ആൾക്കാർക്കൊന്നും സാധിക്കാറില്ല. എപ്പോഴും ഈ കരുതി വയ്ക്കലാണ്. സ്വന്തമായിട്ടൊരു നല്ല സ്വന്തമായ പണിയെടുത്ത കാശ് കൊണ്ട് നല്ല വസ്ത്രം ധരിക്കാനോ അതേപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാനോ ഒരു യാത്ര ചെയ്ത് നല്ല നല്ല കാഴ്ചകൾ കാണാനോ മറ്റു എൻ്റർടൈൻമെൻറ്റ്സിനോ ഒന്നും ഇവർക്ക് കാശ് മാറ്റിവെക്കാനുണ്ടാവില്ല, നീക്കിയിരിപ്പുണ്ടാവില്ല. കാരണം അവർ മക്കൾക്ക് വേണ്ടി സ്വർണം കരുതുന്നുണ്ട്, പെൺകുട്ടികൾക്ക് വേണ്ടി സ്വർണം കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നന്നായി ജീവിക്കില്ല. അവരെല്ലാം തന്നെ അഷ്ടിമുഷ്ടി ജീവിച്ച് ഒരു സന്തോഷമോ ഒട്ടും നിറങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ജീവിതം ജീവിക്കുകയാണ് പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അത്തരം രക്ഷിതാക്കളുടെ പെൺകുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്വപ്നത്തിന് കരിനിഴൽ വീഴുന്നുണ്ട്. കാരണം പെൺകുട്ടികളെ ജനിക്കുമ്പോൾ തന്നെ വളർത്തപ്പെടുന്ന വിവാഹം കഴിച്ചു പോകണം എന്ന ഒരു ചിന്താ പദ്ധതിയുമായിട്ടാണ്. അപ്പോൾ അവർക്ക് അവരുടെ സ്വർണം ധരിക്കാൻ അല്ലെങ്കിൽ സ്വർണം വാങ്ങാൻ സമ്പത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നല്ല അലയൻസ് വരുന്നില്ല, മാരേജ് അലയൻസ് കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ കോംപ്രമൈസ് വരേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരുപിടി മാറ്റങ്ങൾ ഇപ്പോൾ പുതിയ ആധുനിക സമൂഹത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നാലും വിവാഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ പലപ്പോഴും പാളിച്ച സംഭവിക്കുന്നുണ്ട്. കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് നമ്മൾ ജീവിത പങ്കാളി
ആളെ ജീവിത ആയുഷ്കാലം നമ്മോടൊപ്പം ജീവിക്കാനുള്ളൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പങ്കാളിക്ക് എത്ര സ്വർണം കിട്ടും എന്ന അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലാണ്ട് അവർ തമ്മിൽ എത്ര കണ്ട് കോമ്പാറ്റബിലിറ്റി ഉണ്ട്, മനസ്സ് ഐക്യമുണ്ട്, അഭിരുചികൾ ഒന്നാണോ എന്നുള്ള ചിന്തയിലൊന്നല്ല പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് അയ്യത്തടാന്നായി പിന്നെ അതിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് ഒരുപാട് കാശ് ചെലവാക്കണം. പല പുരുഷന്മാരുടെ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അവർ സ്വർണം ചിലപ്പോൾ അടിച്ചു മാറ്റും. അവസാനം തടി എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ കിട്ടിയ സ്വർണം വാങ്ങി തിരിച്ചു പോകും. അതുപോലെ അത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്ത അച്ഛനമ്മമാരുടെ കാശ് അങ്ങനെ കുറേ പോവുകയും ചെയ്യും. കോടതി വ്യവഹാരം നടത്തി കുറേ കാശും പോകും. അവസാനം തടി കഴിച്ചിലാക്കി കിട്ടിയതും വാങ്ങി പോരുന്നൊരു ഗതികളുമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബം ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ അത്തരം സ്വപ്നങ്ങളിലൊക്കെ ഒരു കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ട് ഈ സ്വർണ്ണ വില വർധനവ്. അപ്പം ഞാൻ പറയുന്നത് അത് മാറ്റിപ്പിടിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം സന്തോഷമാണ് വേണ്ടത്. സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവ് തോട്ട്സ് അനവധി ഉണ്ടാവും. നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും. ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ അവനവനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് മുഖംമൂടി അണിഞ്ഞ് പ്രിട്ടൻഷ്യസ് ആയിട്ട് ജീവിക്കുക, അവിടെ നമുക്ക് എല്ലാം അടിച്ചമർത്തപ്പെടേണ്ടി വരും. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അടിച്ചമർത്തി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവിടെ പ്രൊഡക്ടിവിറ്റി ഇല്ല, ക്രിയേറ്റിവിറ്റി ഇല്ല. അവിടെ ക്രിയേറ്റിവിറ്റി ഫ്ലറിഷ് ചെയ്യുകയേ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ജീവിതം കണ്ട് ജീവിച്ച് തീർക്കുകയാണ് ചെയ്തത്. ഈ സ്വർണം നമ്മൾ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് സമൂഹത്തിലെ DGPയുടെ ഭാര്യ, IPS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ, IAS ഓഫീസറിൻ്റെ ഭാര്യ, അങ്ങനെ ഒരു ചിന്തയാണ് പലർക്കും ഉള്ളത്. മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വേറെ താഴ്ന്നൊരു നന്നായി ചിന്തിക്കുന്നൊരു മനുഷ്യൻ്റെ ഭാര്യ ആവാൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല. അവനവൻ്റെ നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന, നമുക്ക് സന്തോഷം കിട്ടുന്ന, നമ്മളെ നമ്മളായി അംഗീകരിക്കുന്ന ഒരു മനുഷ്യരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നല്ല സത്സംഗം ഉണ്ടാവുക, നല്ല മനുഷ്യരോട് സഹവസിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. പൊന്നും പണ്ടോ ഒന്നുമല്ല ഭാഗ്യം എന്നുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യർക്കും വേണം, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്കും വേണം. അവർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ആർഭാടം സർവാഭരണ വിഭൂഷിതയായി പന്തലിലേക്ക് ഇറങ്ങുന്ന ഈ ജ്വല്ലറിയുടെ പരസ്യം കണക്കെയുള്ള ഒരു വധുവിനെ ഇറക്കുന്ന രീതി മാറ്റിവെക്കുകയാണെങ്കിൽ ഈ തീരാവുന്നതേ ഉള്ളൂ ഇത്തരം പ്രശ്നങ്ങളൊക്കെ. അത് പെൺകുട്ടി തീരുമാനിക്കണം. ഞാൻ ഇത്രയും സ്വർണ്ണാഭരണമൊന്നും ധരിച്ച് ഞാൻ വിവാഹിതയാവില്ല, ഞാനൊരു ചരക്കല്ല, ഒരു ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റ് അല്ല. എനിക്ക് വ്യക്തിത്വമുണ്ട്. ഞാൻ ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് ഞാൻ പന്തലിലേക്ക് ഇറങ്ങുന്നില്ല. ഇത്തരം കല്യാണങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമായി എനിക്ക് ഒരുമിച്ച് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അവരവരുടെ കൂടെ ജീവിക്കുക, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പങ്കാളിയുടെ കൂടെ ജീവിക്കുക. അതിൻ്റെ ഇടയിലേക്ക് ആൾക്കാർ എൻക്രോച്ച് ചെയ്യുക, നുഴഞ്ഞു കയറുക ഒന്നും ചെയ്യേണ്ട. അവർക്ക് അച്ഛനമ്മമാർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർ വന്ന് സഹായിക്കുക, അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അച്ഛനമ്മമാർ പോയി സഹായിക്കുക. അവരെ ജീവിക്കാൻ വിടുക. പൊന്നും പണ്ടും ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മനോഹരമായ ജീവിതം, സ്വപ്നതുല്യമായ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് വിടുക. അവർക്ക് സഹായം വരുമ്പോൾ നമ്മൾ പോയി സഹായിക്കുക, നമുക്ക് സഹായം വരുമ്പോൾ അവർ വരിക എന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെ മാറുകയാണെങ്കിൽ ഈ സ്വർണമില്ലാതെ വിവാഹം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വിലവർധന അനുസരിച്ച് നല്ല ബന്ധങ്ങൾ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ സ്വർണമില്ലാത്തതിൻ്റെ പേരിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ സ്ത്രീകളുടെ കണ്ണീര് വീഴാതിരിക്കണമെങ്കിലൊക്കെ ചിന്താ പദ്ധതി കുറച്ചുകൂടി നവീകരിക്കുകയോ അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കുകയോ ഒക്കെ വേണം. കുറച്ചും കൂടി സ്വപ്നങ്ങളെ കുറച്ചും കൂടി റെവല്യൂഷനൈസ് ചെയ്യണം. അത്തരം ട്രഡീഷണൽ മാരേജൊക്കെ വല്ല മ്യൂസിയം പീസ്, പഴയ കാലത്ത് ഇത്തരം കല്യാണം നടന്നിരുന്നു കാണിക്കാൻ വേണ്ടി മ്യൂസിയം ആയിട്ടൊക്കെ വെക്കാം. അല്ലെങ്കിൽ വല്ല എന്താ പറയുക, ഇമിറ്റേഷൻ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് തയ്യാറാവണം. ഭർത്താവിൻ്റെ വീട്ടുകാരും അറിയണം ഇത് ഇമിറ്റേഷനാണ്, കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാനുള്ള സംഗതിയാണ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ
മധ്യവർത്തി കുടുംബങ്ങളെ ഈ സ്വർണ്ണ വില കുതിച്ചു വരുന്ന സ്വർണ്ണവില ബാധിക്കാതിരിക്കും. കുറേ ആത്മഹത്യകളില്ലാതിരിക്കും. അപ്പോൾ സ്വർണ്ണവില ഉയർന്നോട്ടെ, കാരണം ഡോളറിൻ്റെ വില കുറയുമ്പോൾ, മൂല്യം കുറയുമ്പോൾ സ്വർണത്തിൻ്റെ വില കൂടും എന്നുള്ളത്, അത് മറ്റ് പൊളിറ്റിക്കൽ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ഈ സ്വർണത്തിൻ്റെ വില കൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട്, യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊന്നും നമുക്ക് ഒരു നിസ്സഹായരായ നമ്മളെപ്പോലെ മനുഷ്യർക്ക് ഒരു തടയിടാനോ അത്തരം കാര്യങ്ങളിൽ നമുക്ക് യാതൊരു പങ്കോ ഇല്ല. നമ്മുടെ കൈപ്പിടിയിലില്ലാത്ത സംഗതികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട, നമുക്ക് ആകെക്കൂടി ചിന്തിക്കാൻ പറ്റുക ഒരു ലോകത്തിൻ്റെ വില അനുസരിച്ചിട്ട് മനുഷ്യജീവങ്ങളെ പ്രതികൂലമായി ബാധിക്കാൻ അനുവദിക്കരുത്. സ്വർണ്ണവിലയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലോഹത്തിൻ്റെ വില മനുഷ്യജീവിതങ്ങളെ സ്വാധീനിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. സ്വർണ്ണവില അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, പക്ഷെ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നാം തന്നെ നമ്മെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു സമൂഹം നമുക്ക് കെട്ടിപ്പിടിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു ചിന്താ പദ്ധതിയെ നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മനോഹരമായൊരു സമൂഹം, മനോഹരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാവും.